സ്വപ്നങ്ങൾ നമ്മളെല്ലാവരും കാണാറുണ്ടല്ലേ? പക്ഷെ അത് എഴുതിയാലോ അത് വിശ്വസിച്ചാലോ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇന്ന് ഞാൻ പറയുന്നത് 2 ജീവിത കഥകളാണ്. പുസ്തകത്തിൽ വായിക്കാനുള്ള കഥകളല്ല, സിനിമയിൽ കാണുന്ന കഥകളുമല്ല. നമ്മുടെ കേരളത്തിൽ ഈ ഇടയ്ക്ക് നടന്ന 2 കാര്യങ്ങളാണ്. അത് ഒരു പരീക്ഷയിൽ തന്നെ. യഥാർത്ഥ ജീവിത കഥകളാണ്. ശരിക്കും ഇത് കേട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം ആദ്യം പറയട്ടെ. ജീവിതത്തിൽ നമ്മൾ വിജയിക്കാനായിട്ട് പണം ആണ് എല്ലാമെന്ന് വിചാരിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പണം വളരെ പ്രധാനമാണ്. പക്ഷെ പണമില്ലെങ്കിലും സ്വപ്നം നമ്മൾ വിശ്വസിക്കുകയാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ ജീവിതം മാറ്റാനായിട്ട് പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചുവരിൽ എഴുതിയ സ്വപ്നത്തിനെക്കുറിച്ചാണ് ആദ്യത്തെ ഒരു സംസാരം. തിരുവനന്തപുരം ജില്ലയിലെ നരുവാമൂട് എന്നുള്ളൊരു ചെറിയ സ്ഥലത്ത് ഒരു സാധാരണ വീട്ടിൽ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ആ വീട്ടിന് ഒരു വലിയ സൗകര്യങ്ങളോ വലിയ പണമോ ഒന്നും ഇല്ലാത്തൊരു വീടായിരുന്നു. അങ്ങനെ ഒന്നും വലിയ സൗകര്യങ്ങളൊന്നുമില്ല. 3 മുറിയുള്ള ഒരു ചെറിയ വീട്. അച്ഛനാണെങ്കിൽ നിർമ്മാണ തൊഴിലാളിയാണ്. ഒരു ദിവസം ജോലി കിട്ടിയാൽ മാത്രമേ ആ ഒരു കുടുംബത്തിന് വരുമാനമുള്ളൂ. അവളുടെ പേരാണ് ശ്രീജ. ശ്രീജ JS. ഒരു ദിവസം അവൾ ഒരു വെള്ള കടലാസ് എടുത്ത് അവളുടെ ആഗ്രഹങ്ങൾ എഴുതി അത് ചുവരിൽ ഒട്ടിച്ചു. അത് വിശ്വസിക്കാനായിട്ട് തുടങ്ങി. അതിന്മേൽ ചുവന്ന മഷിയിലാണ് അവൾ എഴുതിയത്. ശ്രീജ JS IFS AAR 15. ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷകളിലൊന്നായ UPSC സിവിൽ സർവീസ് പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ്. പക്ഷെ അവൾ അതിനു മുന്നേ വിശ്വസിച്ചു എനിക്ക് റാങ്ക് ഉണ്ടാവും. അവൾക്ക് അത്രമാത്രം ഉറപ്പായിരുന്നു ഞാനൊരു ദിവസം IFS ഓഫീസർ ആകും എന്നുള്ളൊരു വിശ്വാസം. ആ കടലാസ് 2 വർഷം ആ ചുവരിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൾ അത് നോക്കും, എല്ലാ ദിവസവും അവൾ അത് വായിക്കും, എല്ലാ ദിവസവും അവൾ അതിനായി പ്രയത്നിച്ചു കണ്ടിന്യൂസ് ആയിട്ട്. ചിലപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ കുറഞ്ഞ മാർക്ക് ലഭിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ആത്മവിശ്വാസം തകർന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം അവൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ചുവരിലെ ആ ഒരു സ്വപ്നം വീണ്ടും വീണ്ടും വായിക്കുക. അത് അവളെ വീണ്ടും മോട്ടിവേഷനായിട്ട് ഉണർത്തി. അവളെ വീണ്ടും ഉണർത്തിക്കൊണ്ടേയിരുന്നു. അവളുടെ അച്ഛൻ ജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ദിവസത്തിൽ 1100 രൂപ വരെ മാത്രമാണ് സമ്പാദിച്ചുകൊണ്ടിരുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചില ദിവസങ്ങളിൽ ജോലി പോലും ലഭിക്കാറില്ലായിരുന്നു. പക്ഷേ അച്ഛനൊരു തീരുമാനം എടുത്തു, മകളെ പഠിപ്പിക്കണം. എൻ്റെ മകൾ നല്ലവണ്ണം പഠിക്കണം, നല്ല റാങ്ക് നേടണം. അതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? സ്വർണം പണയം വെച്ചു, വായ്പ എടുത്തു, ചിലപ്പോൾ 40 കിലോമീറ്ററൊക്കെ സൈക്കിൾ ഓടിച്ച് ജോലിക്ക് വേണ്ടി പോയി. എന്തിനായിരുന്നു? ഒരൊറ്റ ആഗ്രഹം, ഒരൊറ്റ സ്വപ്നത്തിന് വേണ്ടിയാണ് അവരെല്ലാവരും ഒരുമിച്ച് പ്രയത്നിച്ചത്, മകളുടെ റാങ്ക്. അതിനുവേണ്ടി അവൾ നല്ലോണം പഠിക്കുകയും ചെയ്തു. ഷീജയുടെ അമ്മയുടെ പേര് ഷീജ എന്നായിരുന്നു. അവർക്കും ഒരു സർക്കാർ ജോലി ലഭിക്കേണ്ടതായിരുന്നു. അവരുടെ പേര് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ അവസാനം ആ ജോലി അവർക്ക് ലഭിച്ചില്ല. ആ നിരാശ ആ അമ്മ മറന്നില്ല. അവരൊരു തീരുമാനം എടുത്തു, എനിക്ക് കിട്ടാത്തൊരു ജോലി എൻ്റെ മകൾക്ക് നേടണം. അതിനുവേണ്ടി അമ്മയും സപ്പോർട്ട് ചെയ്തു. അമ്മ ശക്തി കൊടുത്തുകൊണ്ടേയിരുന്നു മകൾക്ക്. IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജോലിയാണ്. അത് അവളുടെ ഒരു സ്വപ്നമായിട്ട് മാറിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അവസാനം UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഫലം വന്ന ദിവസം അവൾ റാങ്ക് നേടി. AAR 57. അതാണ് അവർക്ക് കിട്ടിയ റാങ്ക്. ആദ്യ ശ്രമത്തിലാണ് ആ റാങ്ക് കിട്ടിയത്. അവൾ പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനമായിട്ടുള്ളൊരു വാക്കാണ്, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നാണ് അവർ പറഞ്ഞത്. കണ്ടിന്യൂസ് പ്രയത്നിക്കുകയായിരുന്നു. ആ പ്രയത്നം അവസാനം വിജയത്തിലോട്ട് എത്തിച്ചു. പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൾക്ക് അത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു റാങ്ക് കിട്ടുമെന്ന്. അതിനുശേഷമാണ് വീടിന് പെയിൻ്റ് അടിച്ചത്. പറഞ്ഞു, ചാനലും ഇൻ്റർവ്യൂ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വരും, ആ സമയത്ത് വീടിന് കുറച്ച് പെയിൻ്റ് അടിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സമയത്താണ് പെയിൻ്റ് അടിച്ചത്. അത്രമാത്രം ഉറപ്പോടുകൂടി ദൃഢമായിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചപ്പോൾ അവൾക്ക് റാങ്ക് നേടി. ഇതൊരു ശരിക്കും ഒരു മോട്ടിവേഷണൽ സ്റ്റോറി തന്നെയാണ്. ഇനി രണ്ടാമത് എനിക്കൊരു കഥയും കൂടെ പറയാനുണ്ട്. മരണത്തിൻ്റെ വാതിൽക്കൽ നിന്ന് തിരിച്ചെത്തിയ ഒരു ഡോക്ടറിൻ്റെ കഥ. ഡോക്ടർ ആതിര സുഗതൻ. അവൾ BDS പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിലൊരു അപകടം സംഭവിക്കുന്നു. ഒരു സാധാരണ ഒരു യാത്രയായിരുന്നു. പക്ഷേ ആ യാത്ര ശരിക്കും ജീവിതം തന്നെ അവരുടെ മാറ്റി. ഒരു വലിയൊരു അപകടമാണ് അവർക്കന്ന് സംഭവിച്ചത്. അവൾ ആശുപത്രിയിൽ അഡ്മിറ്റായി, വെൻറ്റിലേറ്ററിലോട്ട് പോയി. ശ്വാസം എടുക്കുന്നത് വെൻറ്റിലേറ്ററായിരുന്നു. അങ്ങനെ ജീവനും മരണത്തിനും ഇടയ്ക്ക് കുറേ ദിവസങ്ങൾ ആ ഒരു കുട്ടി കിടന്നു. കണ്ണ് തുറന്ന സമയത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം മറവി ഉണ്ടായി. കൂടാതെ തന്നെ കാലുകൾ പ്രവർത്തിക്കുന്നില്ല, പാരാലിസിസ് സ്റ്റേജിലോട്ട് പോയി.
വീൽ ചെയറിൽ ഡിപ്പെൻഡൻ്റായി. ചിലർക്ക് ജീവിതം അവിടെ അവസാനിക്കുകയാണ്, പല ആളുകൾക്കും. പക്ഷേ അവൾക്ക് ആ ജീവിതം അവിടെ അവസാനിക്കുന്നതല്ലായിരുന്നു. അവൾ വീണ്ടും ആരംഭിച്ചു, ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വെച്ചു. ആതിരയുടെ ജീവിതം തുടങ്ങിയത് ആശുപത്രിയിൽ നിന്നാണ്. അവൾ ആദ്യം ചെയ്തത് വീണ്ടും നടക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പിന്നെ വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങി. കുറേ ലക്ഷ്യങ്ങൾ അവൾ വെച്ചു. പല ലക്ഷ്യങ്ങളും അവൾ മനസ്സിൽ കണ്ടു തുടങ്ങി. UPSC സിവിൽ സർവീസ് ഇതായിരുന്നു അവളുടെ ലക്ഷ്യം. അവളുടെ വിജയം അവസാനം അവളുടെ മുന്നിൽ തന്നെ എത്തി. വർഷങ്ങളുടെ പോരാട്ടത്തിന് ശേഷം അവളിപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചിരിക്കുകയാണ്. AAR 483 എന്നുള്ള റാങ്കാണ് അവൾക്ക് കിട്ടിയത്. ഒരു ആക്സിഡൻ്റ് ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിക്കും അവസാനിപ്പിക്കാം. പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ തളർന്നു പോകാം. ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരു കാരണമാകാറില്ല പലപ്പോഴും. ഈ 2 കഥകളിൽ ഒരു പൊതുവായിട്ടുള്ളൊരു സത്യമുണ്ട്. വിജയത്തിനുള്ള 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, വ്യക്തമായ ലക്ഷ്യം. ഷീജ ചുവരിൽ എഴുതിയിരുന്നു. ആതിര ആശുപത്രിയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തീരുമാനിച്ചിരുന്നു. ആ ഒരു തീരുമാനം ഇല്ലെങ്കിലാണ് പ്രശ്നം. ഗോൾ ഇല്ലാതെ ഒരിക്കലും വിജയം ഉണ്ടാകില്ല. ഗോൾ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമതായിട്ടുള്ളത് കഠിനാധ്വാനമാണ്. UPSC എന്നത് 10 മണിക്കൂറൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. വർഷങ്ങളോളം പരിശ്രമിക്കുകയും വേണം. മാനസിക സമ്മർദ്ദം ഉണ്ടാവും, തളർന്നു പോകാം. ഇതൊരു ഈസി ആയിട്ടൊരു എക്സാം അല്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്വപ്നത്തിലോട്ടെത്തും. അപ്പോൾ 1 വേണമെങ്കിൽ 2 വേണം. മൂന്നാമത്തെ കാര്യം കുടുംബത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. ശ്രീജയുടെ അച്ഛൻ സ്വർണം പണയം വെച്ച് അവളെ സപ്പോർട്ട് ചെയ്തു, അവളെ ബാക്കപ്പ് ചെയ്തു. ആതിരയുടെ കുടുംബവും അവളുടെ കൂടെ നിന്നു അവളുടെ ആഗ്രഹത്തിനായിട്ട്. ഒരാൾ വിജയിക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ അവരുടെ കൂടെ വരും. പക്ഷേ ആ ഒരു പ്രോസസ്സിൽ കൂടെ നിൽക്കുന്നതിനാണ് ഏറ്റവും കാര്യം. ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അതിന് പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളും കൂടെ നിൽക്കണം. കോച്ചിങ് ഇല്ല, പണമില്ല, എനിക്ക് കുടുംബമില്ല, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നതിന് മുമ്പ് ഈ കഥകൾ നിങ്ങളോട് പറയുന്നത് ഇത്രയും തന്നെയാണ്. ശരിക്കും പണം മാത്രമല്ല വിജയത്തിൻ്റെ കാരണം. വിജയത്തിൻ്റെ കാരണം ഡിസിപ്ലിനും പെർസിസ്റ്റൻസിയും കൺസിസ്റ്റൻസിയും വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തിൽ പ്രയത്നിക്കാനായിട്ട് നോക്കുക. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഒരു ശ്രീജ ഉണ്ടാവും, ഒരു ആതിര ഉണ്ടാവും, ഒരു സഞ്ജു സാംസൺ ഉണ്ടാവും. അപ്പോൾ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മൾ എഴുതി വയ്ക്കാതിരിക്കരുത്. എഴുതി വയ്ക്കുക, ദിവസവും കാണുക. സ്വപ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ അവസാനിക്കാതിരിക്കണമെങ്കിൽ അതിനുവേണ്ടി കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ. ഇന്നു മുതൽ നിങ്ങളുടെ സ്വപ്നം കണ്ണുകൊണ്ട് കാണുക, അതിനുവേണ്ടി ഒരു പേപ്പറിൽ അത് എഴുതുക, മുറിയുടെ മുന്നിൽ ഒട്ടിക്കുക. നിങ്ങളുടെ മുറിയിൽ അല്ലെങ്കിൽ ചുവരിൽ അത് ഒട്ടിക്കുക. എന്നും അത് കണ്ടുകൊണ്ടിരിക്കുക. ദിവസവും അതിനെ നോക്കിക്കൊണ്ടേയിരിക്കുക. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മോട്ടിവേഷൻ വരും, പക്ഷെ പോകും. പക്ഷെ കൺസിസ്റ്റൻ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ സക്സസ്ഫുൾ ആകൂ എന്നുള്ള വിശ്വാസം വേണം. ദിവസവും ചെറിയൊരു പുരോഗതി ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഓരോ ദിവസവും ചെറിയ പ്രോഗ്രസ്. 365 ദിവസം കഴിയുമ്പോൾ ജീവിതം തന്നെ മാറ്റാനായിട്ട് പറ്റും. എൻ്റെ ജീവിതത്തിലും ഞാനിത് പലപ്പോഴും ഉപയോഗിച്ച ടെക്നിക്ക് തന്നെയാണ്. പല കാര്യങ്ങളും നേടിയെടുത്തത് ഇതേ രീതിയിൽ തന്നെയാണ്. ജീവിതത്തിൽ ഒരു സമയം നിങ്ങൾക്കും വരും, നിങ്ങൾ പിന്നോട്ട് നോക്കും, ഞാൻ ഇത്രയും കടന്നു പോയോ എന്ന് നിങ്ങൾക്ക് അത്ഭുതപ്പെടും. ഓക്കെ, അത്രമാത്രം വലിയ വ്യത്യാസമാണ് ഈ ഒരു കാര്യത്തിലുണ്ടാകുന്നത്. രാത്രി മൊത്തം ഇരുന്ന് പഠിച്ച് രാവിലെ ജോലിക്ക് പോയി വീണ്ടും രാത്രി ഇരുന്ന് പഠിച്ച് അങ്ങനെയുള്ള ദിവസങ്ങൾ ഒത്തിരി പല ആളുകൾക്കും പറയാനായിട്ടുണ്ടാവും. പക്ഷേ അതൊരു പുതിയ മനുഷ്യനാക്കും, ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങളെത്തിക്കും. സ്വപ്നം കാണുക തന്നെ ചെയ്യണം, അത് എഴുതുക തന്നെ ചെയ്യണം, അതിനുവേണ്ടി പോരാടുകയും ചെയ്യണം. ഒരു ദിവസം നിങ്ങളുടെ ഒരു പേരും അവിടെ വരും. ആ ചുവരിൽ നിന്ന് ഒരു വാർത്തയിലേക്ക് വരണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. സഞ്ജു സാംസന്റെ കഥ അറിയാമല്ലോ. അവർ ചരിത്ര പുരുഷനായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. 11 വർഷം എടുത്തു ആ ഒരു ഹാർഡ് വർക്കിന് വേണ്ടി. സ്വപ്നങ്ങൾ കാണുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ടാവും. പക്ഷേ സ്വപ്നങ്ങൾ എഴുതുകയും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ചരിത്രം മാറ്റാനായിട്ട് നിങ്ങൾക്കും പറ്റും. എങ്ങനെ ഇത് കറക്റ്റായിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യാം, എങ്ങനെ നമ്മുടെ മടി മാറ്റാം, എങ്ങനെ നല്ല കാര്യങ്ങൾ പഠിക്കാം, ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ഡി എന്നുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് അതെല്ലാം കാണാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അത് അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളും അടുത്ത ലെവലിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു കാര്യം ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകളും അവരുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റാതെ പല വഴിയിലും വിട്ടുപോകാറുണ്ട്. അതായത് അടുത്തെത്താറായി കാണും, പക്ഷേ മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമൊക്കെ പല സ്ഥലങ്ങളിലും വിട്ടുകൊടുക്കാറുണ്ട്. ആ വിട്ടുകൊടുക്കുന്നത് മാറ്റാനും ലക്ഷ്യത്തിലേക്ക് എത്തും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങണമെന്ന് അറിയാത്തവരും ഉണ്ടാവും. അവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.